ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. നമ്മൾ എപ്പോഴും ഒരു സാക്ഷ്യ വിചാരം നടത്തുമല്ലേ. ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു രീതിയാണത്. ഈ ആഴ്ചയിൽ ഏറ്റവും നല്ല സാക്ഷ്യത്തെ വചന വിചാരണ ചെയ്യും. ഈ എല്ലാ ദിവസവും ഭയങ്കരമായ നമുക്ക് ആവേശവും ആശ്വാസവും ആത്മാഭിഷേകവും ഒക്കെ നൽകുന്ന നല്ല നിലവാരമുള്ള ഉടമ്പടി സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ ചില സാക്ഷ്യങ്ങളാണ് നമ്മുടെ ആരാധനയ്ക്കായി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ സെലക്ട് ചെയ്യണത് ഒരു വല്യമ്മച്ചി പറഞ്ഞ സാക്ഷ്യ, ഡാർലി റോയി ചേന്നമംഗലത്തുനിന്ന്. ഈ സാക്ഷ്യം പല കാര്യങ്ങളെ കൊണ്ട് ഉടമ്പടി ഫീച്ചേഴ്സ് ഉള്ളതാണ്. ഉടമ്പടി ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയുടെ മുഖമുദ്രയുള്ള സാക്ഷ്യം. ഒന്ന്, ഹെവി ഡ്യൂട്ടി ചെയ്യണം, അതാണ് ഉടമ്പടിയുടെ ഒരു മുഖമുദ്ര. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ രീതികൾ, സഭയിൽ എന്തുമാത്രം അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ഇല്ലേ നമ്മൾ അതുവഴിയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ സ്പെഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ പൊക്കണം, പവർ ലിഫ്റ്റ് പോലെയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഉടമ്പടിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് കവനൻ്റ് ഫീച്ചേഴ്സ്. ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ടൈം ഷോർട്ടനിങ് ചെയ്യണം. എപ്പോഴെങ്കിലും നടക്കുമെന്ന് പറഞ്ഞൊരു കാര്യമില്ല, എപ്പോഴെങ്കിലും നടന്നാൽ പോരാ. ആവശ്യ സമയത്ത് നമുക്ക് അത്യാവശ്യ സമയത്ത് ഉപകരിക്കണം. അതാണ് ടൈം ഷോർട്ടനിങ്. സമയം എന്ന് പറയുന്നത് ഉടമ്പടി പോലെ സമയത്തെ വളരെ സ്വാധീനിക്കുന്ന, സമയത്തെ സ്വാധീനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിഷയം സമയത്തെ സ്വാധീനിക്കുക, സ്ഥലത്തെ സ്വാധീനിക്കുക. ഈ രണ്ട് സ്വാധീനങ്ങളിലൂടെയാണ് നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റണത്. എപ്പോഴും സമയത്തെ സ്വാധീനിക്കാലും ഇപ്പോൾ ഒരു വിഷയം എന്തായിക്കോട്ടെ, അതിന് രണ്ട് പ്രധാനപ്പെട്ട തട്ടകങ്ങളുണ്ട്. ഒന്ന് ടൈം ആൻഡ് സ്പേസാണ്. ആദ്യം സമയത്തെ സ്വാധീനിക്കണം, പിന്നെ സ്ഥലത്തെ സ്വാധീനിക്കണം. ഇത് രണ്ടും സ്വാധീനിക്കുമ്പോഴാണ് ഷോർട്ടനിങ് സംഭവിക്കണത്, സ്പീഡ് സംഭവിക്കണത്. അതിന് ബൈബിളിൽ നമുക്ക് ഇന്ന് വരെ കവനൻ്റ് അല്ലാതെ വേറെ ഒരു ഫോർമുല ഇല്ല. കവനൻ്റ് ഒരു ഫോർമുലയാണ്, ഒരു സൂത്രവാക്യം. സൂത്രവാക്യം എന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്ക് എന്ന് പറയത്തില്ലേ, ടെക്നിക്ക്, സൂത്രം എന്നൊക്കെ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കേണ്ട ഉപായം പോലെയുള്ള എന്തോ സൂത്രപ്പണി എന്നല്ല, ടെക്നിക്കാണ്. ടെക്നോളജി എന്ന് സാങ്കേതിക വിദ്യ. ഒരു ബൈബിൾ സാങ്കേതിക വിദ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത്. അത് ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണ്. ഒരു പ്രത്യേക ഇക്വേഷൻ, സമവാക്യത്തിലാണ് ഇത് വർക്ക് ചെയ്യണത്. അത് ഞാൻ നിങ്ങളോട് പതുക്കെ പറയാം. അപ്പം ആ സമവാക്യം ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഫോർമുല ഉപയോഗിക്കുമ്പോഴാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ടെക്നിക്കൽ ബേസ് ചെയ്ത് മനസ്സിലാക്കണം. ഒരു ഫത്തകൃത്യം, ഫത്താനുഷ്ഠാനം ആയിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യരുത്. മേ ബി ദൈവത്തോട് ഇടപെടുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി ഇല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും? പക്ഷേ ഭക്തി മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. ഭക്തിയുടെ ഒരു വൈകാരിക അംശമല്ല, മറിച്ച് ആധ്യാത്മിക സാങ്കേതിക വിദ്യയുടെ ഒരു വിചാര അംശം ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഇല്ലെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല. പുറമേയൊക്കെ നമുക്ക് കറങ്ങി നിൽക്കാവുന്നല്ലാതെ ഉടമ്പടിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുകയില്ല. തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ സുവിശേഷ വിഹിതമായിട്ട് ഒരു വിശ്വാസിക്ക് അറിയണം. അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് സാക്ഷരത വരുന്നത്. 200 സാക്ഷരതാ ക്ലാസ്സായില്ലേ ഉടമ്പടി സാക്ഷരത, എല്ലാ ദിവസവും ഉണ്ടാവും.
ഇതിൻ്റെ മൂന്നാമത്തത്, ഈ ടൈം ഷോർട്ടനിങ്ങിൻ്റെ മൂന്നാമത്തെ വിഷയം, മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ഉടമ്പടിയുടെ മൂന്നാമത്തെ ഫീച്ചർ മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ദൈവമനസ്സിൻ്റെ ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. പക്ക ഉടമ്പടി ഫീച്ചേഴ്സുള്ള, അതായത് ടൈം ഷോർട്ടനിങ് ചെയ്യുന്ന, സമയത്തെ ചുരുക്കുന്ന, അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന, യോഗ്യത കൊണ്ടല്ലാതെ കൃപ കൊണ്ട് വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന, പല ആൾക്കാരും പല വിധത്തിലും ട്രൈ ചെയ്തിട്ട് നടക്കാത്ത ഒരു കാര്യം. ഇതാണ് ഈ ഡാർലി റോയി പറയുന്ന ഒരു സാക്ഷ്യം. ഉടമ്പടിയുടെ 3 മുഖമുദ്രകൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടും. ഉടമ്പടിയുടെ ഏതെങ്കിലും ഒരു കാര്യം വർക്കൗട്ട് ചെയ്യും, നോട്ട് ബൈ മെറിറ്റെങ്കിലും വർക്ക് ചെയ്താൽ നിങ്ങളുടെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശാസ്ത്രീയമായി സൂക്ഷ്മതയോടെ ആണ് നിങ്ങളുടെ വിഷയങ്ങളെ ഉടമ്പടി ആപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കണം. ഇത് ഉടമ്പടി ഒരു ആപ്ലിക്കേഷൻസാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസ് രീതികളുണ്ട്. ഓരോരുത്തരും ഓരോ രീതികളാണ് ഉപയോഗിക്കുന്നത്. ആ ബിബ്ലിക്കൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഞാൻ അവിടെ ബൈബിൾ പഠിക്കുന്നത് എപ്പോഴും സ്കൂൾ അനുസരിച്ചാണ് പഠിക്കുന്നത്. ഉടമ്പടിയുടെ സ്കൂൾസ്, ഇപ്പോൾ എന്താ, സാംസൺ എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, മോസസ് എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, അതുപോലെ ഇങ്ങോട്ട് ഓരോ മനുഷ്യരും ദൈവത്തെ കണ്ടെത്തി ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളെ അതിജീവിച്ച, വെല്ലുവിളികൾ അതിജീവിച്ച മനുഷ്യന്മാർ കണ്ടുപിടിച്ച മാർഗങ്ങളൊക്കെ എപ്പോഴും ബൈബിള് വളരെ സുന്ദരമായ രീതിയിൽ, നിങ്ങളോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ എല്ലാ ദിവസവും, അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്ന് ഉടമ്പടിയുടെ നിബന്ധനയുടെ ഭാഗമാണ്. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എല്ലാവരും വായിക്കുകയല്ല. അതിൽ ബൈബിൾ ദൈവത്തെ കൺഫ്രണ്ട് ചെയ്ത ഓരോ ബൈബിൾ വ്യക്തിത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന് കിങ് ഡേവിഡ്, ദാവീദ് രാജാവ്, അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡ്, ദൈവാഭിമുഖ്യത്തിന് ഉപയോഗിച്ച മെത്തേഡ്. അങ്ങനെ എന്ത് മെത്തേഡാണ് ഉപയോഗിച്ചത്? അങ്ങനെ സാവൂളിൻ്റെ അടുത്ത് വരുമ്പോൾ, സാവൂള് ഫിലിസ്തീനുമായിട്ടുള്ള ഗംഭീര യുദ്ധം നടക്കുകയാണ്. എല്ലാ സേനാ നായകന്മാരും പട്ടാള ജനറൽമാരെല്ലാം ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുകയാണ്. ലീവ് എടുത്ത് വീട്ടിൽ പോയവന്മാരെ അവരുടെ ഭാര്യമാർ വിടണില്ല, യുദ്ധത്തിലേക്ക് തിരിച്ചു വരികയില്ലെന്ന് അവർക്കറിയാം. ഗോലിയത്തല്ലേ അപ്പുറം നിൽക്കുന്നത്. അതുകൊണ്ട് ഭാര്യമാരെല്ലാം ഇവരെ വട്ടപ്പൊട്ടിട്ട് പിടിച്ച് വീട്ടിൽ കുത്തി കെട്ടിയിട്ടിരിക്കുകയാണ് ഭർത്താക്കന്മാരെ. സാവൂള് നിന്ന് തിരികെ ഇത് പമ്പരം പോലെ ചുറ്റിക്കണം. കാര്യം പട്ടാളക്കാരെല്ലാം ലീവ് എടുത്ത് പോയി. പട്ടാള ജനറൽമാരൊക്കെ എല്ലാം അവരുടെ ഭാര്യമാർ പോവില്ല, ഞങ്ങൾക്കാരുമില്ല, കുഞ്ഞിനാരുമില്ല, എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് കാല് കെട്ടി വെച്ചിരിക്കുകയാണ് എല്ലാത്തിനെയും പട്ടാളക്കാർ. ഇങ്ങനൊരു അവസ്ഥയിലാണ് അപ്പം കൊണ്ട് ജസ്സയെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ദാവീദ് വരണത്. ദാവീദ് ഇവിടെ വരുമ്പോൾ സിറ്റുവേഷൻസ് ദാവീദ് മനസ്സിലാകും. എന്താ കാര്യം? ഇത് സാവൂള് യുദ്ധം ജയിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽക്കാരെ അപ്പം പോലെ തന്നെ ഫിലിസ്തീൻസ് തിന്നു തീർക്കും. അപ്പോൾ ആ മനുഷ്യന് പെട്ടെന്ന് ആത്മാഭിഷേകം ഉണ്ടാകും. ഒരു ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം അവനെ ഒരുക്കുകയാണ്. ഇതാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഗോലിയത്താണ് ഹെവി ഡ്യൂട്ടി. ഈ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം ഇവനെ ഒരുക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ദൈവം തന്നെയാണ് ഉടമ്പടിയുടെ ദൈവം. ഈ ദൈവം തന്നെയാണ് നിന്നെ ഒരുക്കാൻ പോണത്. നിൻ്റെ മുമ്പിലുള്ള ഗോലിയാത്തിനെ, അതവൻ എത്ര ഭീകരനായാലും അതിനെ എല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ് ദൈവം ഉടമ്പടി നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാവീദ് നേരെ സാവൂൾ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ യുദ്ധത്തിന് പോകാമെന്ന് പറയും. അത് പറയണത് ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ്. അതൊക്കെ തന്നെ കാര്യം, അതൊക്കെ മുമ്പ് തന്നെ ഇവന് അഭിഷേകം വാങ്ങിച്ചിട്ടുണ്ട്. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഉടമ്പടി നിങ്ങൾ ആത്മാവിൽ ഒരു അഭിഷേകം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അഭിഷേക തൈലം ഉപയോഗിക്കാൻ കാര്യം.
ചിലരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ വെളിച്ചെണ്ണ എന്നൊക്കെ പറയത്തില്ലേ? വെളിച്ചെണ്ണ അല്ല, ശുദ്ധമായ ഒലിവെണ്ണയാണ് നിങ്ങൾക്ക് ഉടമ്പടി തൈലമായിട്ട് തരണത്. 12 പ്രാവശ്യം പ്രത്യേക പ്രാർത്ഥന ചൊല്ലി തരും. അത് അഭിഷേകം ചെയ്താണ് ഉടമ്പടി പ്രാർത്ഥന നടത്തണം നമ്മൾ, ഇല്ലേ? ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിയിൽ നിങ്ങളുടെ അഭിഷേകം പുതുക്കും. ആ ബന്ധം പുതുക്കുകയാണ് നമ്മൾ. അതിലൂടെ യു ആർ ഗെറ്റിംഗ് എംപവേർഡ്. നിങ്ങൾ അതിലൂടെ ശക്തി ധരിക്കുകയാണ്. ആ ഒരു ബോധമുണ്ട്, അറിയത്തൊരു അനുഷ്ഠാനമല്ല. അതിലൂടെ നിങ്ങൾ ശക്തി ധരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അഭിഷേകത്തിൻ്റെ ഒരു ആശംസയുണ്ട്. അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം ഒരു ആശംസ കൊടുക്കും. എന്താ കൊടുക്കേണ്ടത്? ശക്തനും ധീരനുമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഒരു ഒപ്പോണൻറ്റിനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും ഉടമ്പടി ചെയ്യിക്കുന്നത്. ഒരു ഒപ്പോണൻറ്റ് ചിലപ്പോൾ നിങ്ങളുടെ പഠനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തോറ്റുപോകുന്ന അവസ്ഥകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗോടമ്പടി നടക്കാത്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എതിർക്കുന്ന അയൽവാസിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങളുടെ ചതിപ്രയോഗം നിങ്ങൾക്കെതിരെ നടത്തുന്ന വ്യക്തിയാകാം. എനിവേ, ഒരു ഒപ്പോണൻറ്റിനെ, എതിരാളിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും അഭിഷേകം ചെയ്യണത്. എന്നിട്ട് ദൈവം പറയുന്ന ഒരു ആശംസയുണ്ട്. എന്താണ് വായിച്ചുള്ളത്? ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉടമ്പടി അഭിഷേകത്തിലൂടെ നമ്മൾ അനുസ്മരിക്കണം എന്താണെന്നറിയാവോ? ഈ ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കോളജിക്കാർ പറയുന്ന പോലെ ഒരു സജഷൻ ടെക്നിക്ക് അല്ലത്, ഓർക്കണം. അതായത് ഇത് വിശ്വാസവും മനഃശാസ്ത്രവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനഃശാസ്ത്രം ഇല്ലാത്തതുണ്ടെന്ന് മനുഷ്യനെ ധരിപ്പിക്കാൻ വേണ്ടി ഹിപ്നോട്ടിസമോ സജഷൻ മെത്തഡോ ഉപയോഗിക്കും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സജഷനല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ശക്തനും ധീരനുമായിരിക്കുക എന്ന് ആശംസിക്കുമ്പോൾ ഓർക്കുക, ആ ശക്തനും ധീരനുമായിരിക്കേണ്ടത് എന്താണ്? ദ ലോർഡ് ഈസ് വിത്ത് മീ. ദൈവം എന്നെ അഭിഷേകം ചെയ്ത ദൈവം അഭിഷേകം ചെയ്തിട്ട് അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയല്ല, ഈസ് കമ്മിങ് വിത്ത് മീ. ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നത്. മനസ്സിലായില്ലേ? വിജയം എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലുമാണേ, അല്ലാതെ പരീക്ഷയ്ക്ക് മാത്രമല്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളിലും നമുക്ക് വിജയം നൽകണത് ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവത്തെ കൂടെ നിർത്തണമെന്ന് പറയാൻ കാര്യം. മനസ്സിലായില്ലേ? ചിലർ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ അതെന്താ ഒരു കർമ്മം പോലെ ഇവിടെ നിർവഹിച്ചിട്ട് നിങ്ങൾ പഴയ ആൾക്കാരായിട്ട് പോകും. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാണ് ദൈവം കൂടെ വരിക. വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ വരിക തന്നെ വേണം ദൈവം. ഈ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള അഭിഷേക ഓർമ്മയാണ് ഓരോ സമയവും നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈലമെടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത്. മൈ ഗോഡ് ടു ഹൂം ഐ ഹാവ് കവനൻറ്റഡ്. ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവം എനിക്ക് വിജയം നൽകും. നമ്മൾ സാമുവേലിൻ്റെ 1 സാമുവേൽ 18:14 ശ്രദ്ധിക്കട്ടെ. 1 സാമുവേൽ 18:14 കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ, ഏറ്റു പറഞ്ഞേ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ കൂടെയുള്ള ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം തരുന്നത്. അപ്പോൾ ദാവീദിൻ്റെ വിജയം മുഴുവൻ എങ്ങനെയാണ്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വിജയമാണ്. അത് കാരണം കക്ഷിയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയപ്പോഴും ദാവീദ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പോകുന്ന വാഹനം പെട്ടെന്ന് ഏതെങ്കിലും വാഹനത്തോടുകൂടി ഒന്ന് തട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ ആദ്യം ചെയ്യണത്, ഇപ്പോൾ യൂറോപ്പിലെ എവിടെയൊക്കെ പോകാനുള്ളവരാണെങ്കിൽ ആദ്യം അവിടെ വിസ സേഫാണെന്ന് നോക്കും, അല്ലേ?
വണ്ടി തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നം തന്നെ. നമ്മുടെ പാസ്പോർട്ട് വിസ ശരിയാണെന്ന് സേഫ് കയ്യിലുണ്ടോ എന്ന് നോക്കും. അത് മുറുകെ കയറി പിടിക്കും. ചിലർ താക്കോൽ പിടിക്കും. അതായത് നമ്മളെ നിലനിർത്തുന്ന ആധാരങ്ങളിലും ആസ്പദങ്ങളിലും നമ്മൾ പിടിമുറുക്കും എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്ത്, അല്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നെന്ന് വിചാരിച്ചോ, അപകടം വാഹന അപകടമൊന്നുമല്ല, ജീവിതത്തിൽ മനുഷ്യന്മാരാകുമ്പോൾ ഓരോരോ തരത്തിലുള്ള കാലാവസ്ഥ ഭേദങ്ങൾ വരത്തില്ലേ? ഈ കാലാവസ്ഥ ഭേദങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിമുറുക്കേണ്ട എവിടെയാണ്? നമ്മുടെ ആസ്പദങ്ങളിലാണ്. പക്ഷെ നമ്മുടെ ബേസിക് ആസ്പദം എന്താ? ദൈവമാണ്. മനസ്സിലായില്ലേ? ബേസിക് ആസ്പദം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഇപ്പോൾ ഈ ഡോണ ചേച്ചി എടുത്ത ഡോണ അല്ല, ഡാർലി ലേമിച്ചിയുടെ സാക്ഷ്യത്തിൻ്റെ കൂടെ വേറൊരു സാക്ഷി ബിന്ദു പറഞ്ഞിട്ടുണ്ട്, കുടപ്പനാൽ. ബിന്ദുവിൻ്റെ സാക്ഷ്യവും വിചാരണയ്ക്ക്, ആധ്യാത്മിക വിചാരണയ്ക്ക് കെൽപ്പുള്ളതാണ്. അവരുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവിനെ വാഹനമിടിച്ചു. ഭർത്താവിനെ വാഹനമിടിച്ചു, കുറേ നട്ടലുകൾ ഒടിഞ്ഞുപോയി. ഇയാൾ വെൻറ്റിലേറ്ററായി കഴിഞ്ഞപ്പോൾ, പക്ഷേ ഈ ഇവരുടെ വൈഫ് ബിന്ദു അവരാണ് ഉടമ്പടി എടുത്തത്. അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടി കാശ്രൂപം കൊണ്ട് തൈലം കൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇങ്ങനെ രക്തത്തിൽ പിടഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യന് ആദ്യം ഉടമ്പടി തൈലം വായിലൊഴിച്ച് കൊടുക്കും, കാശ്രൂപം കയ്യിൽ കൊടുക്കും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണത്. കാര്യം ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവർ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവരായിരിക്കും. അപ്പം ഞാനോർക്കുവേ, നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് പണ്ട് എപ്പോഴും ഞാൻ ആശുപത്രി സന്ദർശനത്തിന് പോകുമായിരുന്നു. അതൊരു ശുശ്രൂഷയായിട്ട് എടുത്ത് പോകുമായിരുന്നു എല്ലാ ദിവസമൊക്കെ. പിന്നെ ഈ പ്രാർത്ഥനയുള്ള ഇത് കാരണം ഇടവക്കാരും ആശുപത്രി കിടക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പൾസ് കുറയുകയോ അല്ലെങ്കിൽ ബോധം പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ഭാര്യമാരൊക്കെ വലിയ സ്വരത്തിൽ കാറി കർത്താവേ മാതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടന്ന് കാറ് നിലത്ത് വീണ് അവർക്ക് ചാകാനൊക്കെ പോണ പോലെയൊക്കെ. ഇപ്പോൾ ആര് ചാകുമെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും. അല്ല ചില സത്യം പറഞ്ഞാൽ ചില ചേട്ടത്തിമാരെ കല്യാണം കഴിക്കാൻ യോഗ്യതയില്ലാത്തവർ ഒത്തിരി പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ജീവിത പങ്കാളിയെ വിശ്വാസം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പുരുഷധനമോ ഏറ്റവും വലിയ സ്ത്രീധനമോ. ഏറ്റവും വലിയ പുരുഷധനമെന്ന് പറയണതും ഏറ്റവും വലിയ സ്ത്രീധനമെന്നും പറയണതും ഒരു ക്രൈസിസിൻ്റെ മുമ്പിൽ ദൈവത്തെ പിടിച്ചെടുക്കാൻ കഴിവാണ് കരുത്തെന്ന് പറയണത്. അപ്പോൾ ഈ മനുഷ്യൻ പറയണതേ, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ബന്ധുക്കളും ഡോക്ടേഴ്സൊക്കെ ആശുപത്രി വരണതും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷേ ഈ അസ്ഥികളെല്ലാം എൻ്റെ നെഞ്ചത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടണ പോലെ എനിക്ക് തോന്നണുണ്ട്. അത്രയും ഞാൻ പെട്ടുപോയെന്ന് പറയും. അപ്പോഴീ വൈഫിൻ്റെ സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പക്ഷേ നമ്മളിവിടുന്ന് പോകും, മാതാവ് നമ്മളെ സുഖപ്പെടുത്തി കൊണ്ടുപോകും. എന്താ പറയുക, ഇതാണ് എൻ്റെ ധൈര്യം എന്ന് പറയും. ഇതാണ് എൻ്റെ ധൈര്യം. അതുപോലെ ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന വ്യക്തിയിൽ ശരിക്കും പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ്, ഉടമ്പടി എപ്പോഴും ഒരു അവയർനെസ്സിൻ്റെ പ്രാർത്ഥനയാണ്. എന്നുവെച്ചാൽ അവബോധം ഉണ്ടാകണം. അവബോധം, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ദൈവം എൻ്റെ കൂടെ വരുന്നുണ്ട്, അമ്മ മാതാവിൻ്റെ സഞ്ചാര സാന്നിധ്യത്തിന് ഞാൻ അവകാശിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ എൻ്റെ നിന്ന് വിട്ടുപിരിയാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തെ ഞാൻ പുനഃക്രമീകരിക്കും. അങ്ങനെയുള്ള ബോധം നമുക്കുണ്ടാകണം. അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. അല്ല ഉടമ്പടി എടുത്തിട്ട് പിന്നെയും വീട്ടിൽ പോയി വായി തോന്നുന്ന പഴയ വ്യക്തികളെ പോലെ തന്നെ എടുത്ത് ചാട്ടവും മുൻകോവും കലഹവും ഭിന്നതയും പിടിച്ചുപറിയും കള്ളത്തരവും ഏഷണിയും പരദൂഷണമൊക്കെ ഇട്ട് ചുമ്മാ നടക്കുന്ന ആൾക്കാരില്ല. അവർ ശരിക്കും എനിക്ക് പറഞ്ഞത് ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നത് ദൈവസാന്നിധ്യം
വിട്ടുപോകാതിരിക്കാൻ ദാവീദ് വലിയ അബദ്ധങ്ങൾ ചെയ്തില്ലേ ഒരു മനുഷ്യന്. കാര്യം ദാവീദിൻ്റെ വൈഫ് സാവൂളിൻ്റെ മകളായിരുന്നു. അപ്പോൾ ജസ്സയുടെ കുടുംബത്തേക്കാൾ കുറച്ചുകൂടി രാജകീയ കുടുംബമാണ് ഈ സാവൂളിൻ്റെ കുടുംബം. അപ്പോൾ അപ്പൻ്റെ രാജകീയമായ ജീവിതവും ഭരണ നൈപുണ്യവും ഈ സ്ത്രീ ജനത്തിൻ്റെ ആദരവൊക്കെ കിട്ടിയാണ് ഇവളുടെ ബാല്യകാലം തൊട്ട് ഇവർ വളരണത്. പക്ഷെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭർത്താവായി കിട്ടിയ ആൾ പക്ഷേ അയാൾക്ക് വലിയ പഠിപ്പൊന്നുമില്ല, അയാൾ ഇടയനായിരുന്നു. അത് കാരണം ഇവക്ക് ബേസിക്കായിട്ട് ഇവനോട് പുച്ഛമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ദാവീദിൻ്റെ വൈഫിന് ഉണ്ടായ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദാവീദിലുള്ള ദൈവാംശം കാണാതെ പോയതാണ്. ദാവീദിലുള്ള കാര്യം, നീ ദാവീദിലുള്ള ദൈവാംശം, നമ്മൾ ഡിഗ്രി നോക്കുന്നു, കുടുംബം നോക്കുന്നു, പാരമ്പര്യം നോക്കുന്നു, പക്ഷെ നോക്കേണ്ട കാര്യം എന്താണ്? ദൈവാംശമാണ്. ആ വ്യക്തിയിൽ ദൈവാംശം കാണണം. ഇപ്പോൾ ഈ ബിന്ദു ആ ടൈപ്പാണ്. ബിന്ദുവിലുള്ളത് എന്താണ്? ദൈവാംശം കൂടുതലാണ്. അതുകൊണ്ട് ഏത് ഒരു യുദ്ധകാല സാഹചര്യമാണെന്ന് പറഞ്ഞാലും ബിന്ദു ഈ ഹസ്ബൻഡിനെ കൊണ്ടുപോകും. കാര്യം അവരതിന് കപ്പാസിറ്റിയുള്ള ലേഡിയാണ്. കാര്യം ഈ 6 ഡോക്ടർമാർ ഇവരോട് പറയും ഓപ്പറേഷൻ വേണം. ഇപ്പോൾ അയാൾ ഒരു എഴുന്നേറ്റ് പൊങ്ങാവുന്ന രീതിയിലാകുമ്പോൾ 6 ഡോക്ടർമാർ മാറി മാറി ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ഫോർത്ത് ഒപ്പീനിയൻ കാണിക്കുമ്പോൾ പറയും ഈ എല്ലാം നേരെയാക്കി എടുക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോഴും ബിന്ദു പറയും ഓപ്പറേഷൻ വേണമെങ്കിൽ വേണം, പക്ഷെ അതിനാദ്യം കൃപാസന അമ്മയെടുത്ത് പോയിട്ട് വരാമെന്ന് പറയും. ഇതാണ് വിഷയത്തിൻ്റെ ലിങ്ക് മാറ്റമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വരിയെല്ലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡിനെ വിശ്വാസം കൊണ്ട് ഗൈഡ് ചെയ്യാനുള്ള ഇവരുടെ കഴിവെന്ന് സ്റ്റിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതായത് വിശ്വാസം നമ്മൾ ദൈവത്തിൽ കലർപ്പില്ലാതെ അവതരിപ്പിക്കുന്നതാണ്. ഇത് ഒരു ഇതിൻ്റെ നിലവാരം ഇത്തിരി കൂടിയ നിലവാരമാണ് വിശ്വാസത്തിൻ്റെ. ഈ മനുഷ്യന് നല്ല ദൃഢഗാത്രനായൊരു മനുഷ്യനാണേ. അയാളെയും കൊണ്ടുവന്ന് ഓപ്പറേഷന് മുമ്പ് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചിട്ട് ഒരു ചീട്ടെടുത്തിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇയാളുടെ നടുവിനെല്ലാം തടവി 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ഒരു യോഗ്യതയുണ്ട്. അത് വല്ലാതെ യോഗ്യതയാണത്. പിന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ട ഒരു യോഗ്യതയുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യത, 36 കൊല്ലത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ യോഗ്യത, ഇതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ ഈ മനുഷ്യനെ പിൻകഴുത്ത് മുതൽ താഴെ വരെ ഇങ്ങനെ തടവും. അപ്പം ജനങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ഈ ഒറ്റ തടകിലൂടെ ഈ മനുഷ്യൻ പൂർണ്ണമായി സൗഖ്യപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. എന്താ കാര്യം? ആ സമയത്ത് അറിയാൻ പറ്റും നമുക്ക്, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇയാൾ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, മാതാവ് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം, എല്ലാം. അതായത് എനിക്കെപ്പോഴും പറയാനുള്ളത്, ഒന്നും ഇതിൻ്റെ അച്ചാണിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ വൈഫാണ്. 6 ഡോക്ടർമാർ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഇത് ഈ അസ്ഥി ഒടിഞ്ഞാക്കി ഇനി എങ്ങനെ വരാനാണ്? പുള്ളി അദ്ദേഹം ബിന്ദുനോട് ഈ അസ്ഥി ഒടിഞ്ഞാക്കി എങ്ങനെ വരാനാണ്? നമുക്ക് ഡോക്ടർമാർ പറഞ്ഞാൽ കേൾക്കാം. അപ്പോൾ പറയാം ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങളെ കേട്ടോ, പക്ഷേ നമുക്ക് അമ്മയൊക്കെ ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ട് എന്താണെന്ന് ചെയ്യാം. അവരുദ്ദേശിക്കുന്നത് ിനേക്കാൾ മെച്ചമായിട്ടാണ് അമ്മ ആ വിഷയം ചെയ്യണത്. ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും പല ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല. അവരിങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ അങ്ങനെ ഉടമ്പടി എടുത്ത് ഒക്കട്ടെ, ഒക്കുമായിരിക്കില്ല, ഒക്കത്താ കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോഴം കളിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, സാധനം വിഷയം എടുത്തിട്ടില്ല. അവർ ആരൊക്കെ ഉടമ്പടി എടുത്ത് അവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ചുമ്മാ വന്ന് നമ്മളൊക്കെ ഇനി ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്നും പറഞ്ഞ് വേണ്ട, എടുത്തേക്കാം, എന്നാൽ അവർ ഉടമ്പടിക്കൊണ്ട് തന്നേക്കാൻ പറയും. അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാർ, ഇവിടെ ഒരു ഉടമ്പടി വേണമല്ല എന്ന് പറയും.
അവരെങ്ങനെ പോയി ഈ എന്തോ ഈ അമ്മ പറഞ്ഞിട്ട് മൂത്ത ചേച്ചിക്ക് പൂങ്കാവിൽ പോവുകയാണ്, വേറെ ചേർത്തയിൽ നിന്ന് വന്ന് പൂങ്കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂത്ത ചേച്ചിക്ക് എന്തോ നല്ല മീൻ കിട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടിട്ട് അനിയത്തി പോവുകയാണ്. അപ്പോൾ അമ്മ പഠിക്കവരെ മാറിയിട്ട് ഇടി നീ പോണ വഴിക്കാ കൃപാസനത്തിനോട് അവിടെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ അപ്പോൾ ഇവിടെ അവർക്ക് നിർത്തി ഈ മീൻ ചീഞ്ഞ് പോകത്തില്ലേ, മീൻ അവിടെ കൊണ്ട് വെച്ചിട്ട് എളുപ്പം ഒരു ഉടമ്പടിക്കടുത്ത് ഉടമ്പടി അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും. അവർക്കറിയത്തില്ല എന്താ ഉടമ്പടി എന്നുള്ള സംബന്ധിച്ചിടത്തോളം. ആദ്യകാലങ്ങളിലെ കാര്യം പറയാം, 2016. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിലും ഉടമ്പടിയോട് കമ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർ വളരെ ശ്രദ്ധിക്കണം. കമ്മിറ്റ് ചെയ്യില്ല, എടുത്തു വെച്ചിട്ടുണ്ട് ഉടമ്പടി. എന്നിട്ട് ഇതുപോലെ ഓരോ പ്രത്യക്ഷയുടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഉടമ്പടി ധ്യാനം കൂടുന്നുണ്ട്. പക്ഷേ ഉടമ്പടിയിലേക്ക് അവർ ഇൻവോൾവ് ആയിട്ടില്ല. അവർ സ്വയമായിട്ട് അതിൻ്റെ അകത്തേക്ക് മുഴുകിയിട്ടില്ല, ഉടമ്പടിയിൽ മുഴുകത്തില്ല. അവർക്കിങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ഉടമ്പടി എടുത്താൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ 10 കാര്യം പറയുമ്പോൾ 4 കാര്യം ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ദൈവമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകും. ഈ ആൾക്കാർക്ക് ഒരിക്കലും ഇവരാണ് ലാഗ് ചെയ്യിക്കുന്നത്. ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടി സ്കൂൾ ഓഫ് ഡേവിഡാണ് ഇപ്പോൾ. കവനൻ്റ് ആൻഡ് സ്കൂൾ ഓഫ് ഡേവിഡ്. കവനൻ്റ് അതായത് ദാവീദിൻ്റെ ഉടമ്പടി വിദ്യാലയത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 16 വായിച്ചവനെ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. ദാറ്റ് മീൻസ് ആരാണ് അഭിഷേകം ചെയ്യാൻ പോണത്? സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ ജെസ്സിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന സംഭവമാണിത്. ജെസ്സിക്ക് എത്ര മക്കളുണ്ട്? 10-12 മക്കളുണ്ടല്ലേ. അതിൽ വില്ലന്മാരുണ്ട്, അതിനകത്ത് ബ്രിഗേഡിയർമാരുണ്ട്, പട്ടാള ജനറൽമാരുണ്ട്, മിടുക്കന്മാരുണ്ട്. പക്ഷേ ഇവരാരും അല്ല എന്നാണ് ആര് പറയണത്? പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറഞ്ഞിരിക്കുന്നത്. അവസാനം ഒരു ഇടയബാലൻ വരും, അതാണ് ദാവീദ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. 16:7 വായിച്ചോളൂ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? വായിച്ചോളൂ. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. പറഞ്ഞോളൂ. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അതായത് ഇത് ദാവീദിന്റെ ജ്യേഷ്ഠന്മാരുടെ അടുത്ത് വരുമ്പോഴേ പരിശുദ്ധാത്മ പറയണതാണ്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ നല്ല 72 മസിൽസൊക്കെ ഉള്ള യുദ്ധവീരന്മാരായിരുന്നു. ജെസ്സി അവരെല്ലാം യുദ്ധം പഠിപ്പിച്ചപ്പോൾ ദാവീദിനെ യുദ്ധം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ ചേട്ടന്മാരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇവരാണ് രാജാവ്, അടുത്ത രാജാവ്. അതുകൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഇവരുടെ മസിലും ഉയരവും സ്വർണ്ണ നിറമുള്ള മുടിയും സാംസനെ പോലുള്ള രാക്ഷസ ശരീരമൊക്കെ കാണുമ്പോഴേ പരിശുദ്ധാത്മ പറയുന്ന വാക്കാണ്. എന്താണ്? അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവന് ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അവൻ്റെ ആകാരവടിവ് നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മെരിറ്റ് നോക്കണമെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി വർക്ക് ചെയ്യണത് 2 കേസിലാണ്, 2 ഫാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ്, നിങ്ങൾ മെറിറ്റില്ലാത്ത കൊണ്ട് പേടിക്കരുതെന്നതിൻ്റെ അർത്ഥം. ഈ ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു വിഷയത്തിന് മെറിറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. അങ്ങനെ ദാവീദിനെ സാവൂൾ അഭിഷേകം ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ദൈവവും ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? 2 കക്ഷികൾ തമ്മിലാണ് ഉടമ്പടി ചെയ്യണത് അല്ലേ? നിങ്ങൾ ഒരു കക്ഷിയായിട്ട് മാറുകയാണ്. ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഒരു കക്ഷി, പിന്നെ അടുത്ത കക്ഷി ആരാണ്? ദൈവമാണ്, ഈശോയാണ് കക്ഷി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ഇതൊരു പ്രെയർ അല്ല, ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷി കരാറ്, സമ്മതമാണ്. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് പറയും? കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും.
മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടി. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് ദൈവം പറയും. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഞങ്ങൾ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. ഇതാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇങ്ങനെ സമ്മതമായി കഴിയുമ്പോൾ ഇവിടെ വരുന്നൊരു വിഷയം, മറ്റു ഒരു ഉടമ്പടിക്കും ഇല്ലാത്തൊരു ആനുകൂല്യം മരിയൻ ഉടമ്പടിക്കുണ്ട്. സാവൂളിന് കിട്ടാഞ്ഞ ദാവീദിന് കിട്ടാതിരുന്ന ഒരു ആനുകൂല്യം എന്താണ്? ദ പ്രസൻസ് ഓഫ് മേരി, കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം. നിങ്ങൾ അവരുടെ മധ്യസ്ഥതയിലാണ് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? ആരുടെ മധ്യസ്ഥതയിലാണ്? മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം ഏതെങ്കിലും നിമിഷം മാനുഷികമായ ഒരു ചാബല്യം കൊണ്ട് തെന്നിപ്പോയാലും അമ്മ മധ്യസ്ഥ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വിഷയത്തിന് കോട്ടം ഉണ്ടാകത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ദാവീദിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. മോസസിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അത് കാരണം കുറേ കുഴപ്പങ്ങൾ ആ ഉടമ്പടിക്ക് സംഭവിച്ചു. എബ്രഹാത്തിന് 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. സമയത്തെ സ്വാധീനിക്കുന്ന കണ്ടന്റ് അതിനകത്തില്ലായിരുന്നു. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തിട്ട് 25 കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞ് ജനിച്ചത്, ഇല്ലേ? മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ 24 വയസ്സുള്ള വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ആ മാസം തന്നെ ഒരു പ്രഗ്നൻ്റ് ആകണത്? ടൈമിൻ്റെ കണ്ടൻറ്റാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മക്കൾ ഇത് വെറുതെ ചുമ്മാ ഒരു അനുഷ്ഠാനക്രിയ പോലെ എടുക്കരുത്. ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു സുവിശേഷ രക്ഷാകര സംവിധാനമാണിത്. അപ്പോൾ അത് വളരെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. എപ്പോഴും ഉടമ്പടി ധ്യാനം പഴയതൊക്കെ നോക്കി കൂടിക്കൊണ്ടിരിക്കണം. കാരണം ഓരോ കാലത്ത് ദൈവം ഓരോ കാര്യമല്ല അപ്ഡേഷൻ ചെയ്യണത്. അപ്പോഴേ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ, ഉടമ്പടി ചെയ്താൽ എന്താണ് ആ ഉടമ്പടിയുടെ ആ ദിവസം മുതൽ എന്താ സംഭവിക്കണത്? അതായത് ഇപ്പം നോക്ക്, അത് ശ്രുതികെട്ട മക്കളെ യേശുവേ സ്തോത്രം. 13 1 സാമുവേൽ 16:13 1 സാമുവേൽ 16:13 വായിച്ചോളൂ. ശ്രുതികെട്ട. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഒന്ന് പറഞ്ഞേ. അന്ന് മുതൽ 1 സാമുവേൽ 16:13 അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ദാവീദിൽ ആവസിച്ചു. അപ്പൊ ഇതൊരു പ്രധാന ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? അഭിഷിക്തരായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ആവസിച്ചു എന്നല്ല ബൈബിൾ പറയണത്. പിന്നെന്താണ്? ശക്തമായി ആവസിച്ചു, അല്ലേ? ശക്തമായി ആവസിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിശ്വാസിയാണെങ്കിൽ ആത്മാവിൻ്റെ ആവസിപ്പ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതേസമയം തന്നെ ഇപ്പം വിശുദ്ധിയുള്ള വിശ്വാസിയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആവസിപ്പ് ഉണ്ടാവും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേക ശക്തീകരണം നടത്താൻ വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. അപ്പോഴെന്നാ പറഞ്ഞത്? ശക്തമായി ആവസിക്കും. അതാണ് വിഷയം. അതാണ് 1 സാമുവേൽ 16:13 അന്ന് മുതൽ പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഈ ഉടമ്പടിയോടുകൂടി ശക്തമായ ഒരു ആവസിപ്പാണ് വരണത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ആത്മാവിൻ്റെ ആവസിപ്പും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് സുവിശേഷ അഭ്യാസങ്ങൾ നൽകിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ ആവശ്യത്തിൽ നിങ്ങൾ നിൽക്കാനും വളരാനും വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു, അല്ലേ? ഞാൻ കാരാഗ്രഹവാസിയായി, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ആരാണ്? കർത്താവിൻ്റെ വചനമാണ് നമ്മൾ നിറവേറ്റുന്നത്. എന്തിനാണ്? നമുക്ക് ലഭിച്ച ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. അതിനെ ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ അത് ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ദൈവകൃപകളുടെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഊതിക്കത്തിക്കൽ. 1 തിമോത്തി 2:6 ഈ ഊതിക്കത്തിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 2 തിമോത്തിയ ലേഖനത്തിൽ
1:6 വായിച്ചോളൂ. എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് എൻ്റെ കൈവപ്പിലൂടെ നമുക്ക് കൂദാശകളിലൂടെ ലഭിക്കുന്ന ദൈവിക വരമാണ്. കൈവപ്പെല്ലാം വരണ എവിടെയാണ്? കൂദാശകളല്ലേ, സക്രമെൻ്റൽ ഗ്രേസാണ്. ഈ സക്രമെൻ്റൽ ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? കൂദാശയില്ലേ, ജ്ഞാനസ്ഥാനമുണ്ട്, അതുപോലെ തന്നെ സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാന. പിന്നെ കയ്യൊപ്പുണ്ടാകുന്ന ഓരോ ഫണ്ടമെൻ്റൽ സക്രമെൻ്റൽ ഗ്രേസ് ഉണ്ട്. ഇത് സക്രമെൻ്റൽ ഗ്രേസ് നമുക്ക് കുർബാന കൂടുമ്പോഴും നമ്മൾ ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ കൈവപ്പിലൂടെ ലഭിക്കുന്ന ദൈവിക വരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഊതിക്കത്തിക്കണം, ഇല്ലേ? ഈ ഊതി കത്തിക്കണം എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഊതി കത്തിക്കണത്, അല്ല വേറൊരു കയ്യൊപ്പ് എടുത്തുകൊണ്ടല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ സക്രമെൻ്റൽ ഗ്രേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കൗദാശിക വരപ്രസാദം. ഈ കൗദാശിക വരപ്രസാദമാണ് കൈവപ്പിലൂടെ ലഭിക്കുന്നത്. അതാണ് 2 തിമോത്തി 1:6 എന്ന് പറഞ്ഞ് എൻ്റെ കൈവപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെൻ യു ആർ ഡൂയിങ് ദ മിഷൻ വർക്ക്, ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ്, യു ആർ ഫാനിങ് ദി ഫ്ലെയിംസ് ദ ഗ്രേസ്. അതായത് നിങ്ങൾ ഒരു മിഷൻ വർക്ക് ചെയ്യണം. എന്ത്? അവൻ പറയണ പോലെ ചെയ്യാൻ. നിങ്ങൾ ചെയ്യണത് എന്താണ്? കർത്താവിനെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടുപോയി നിങ്ങൾ ചെയ്യണത് എന്താണ്? കൃപാസനം പത്രം കൊടുക്കുകയാണ്. ഞാൻ പണ്ടും പറയുമായിരുന്നു, പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന്. എന്താ കാര്യം? അത് ഗ്രേസ് ഫോസ്റ്റർ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഈ സിനിമക്കാർ അല്ലെങ്കിൽ ഈ ചില ഓണത്തിന് പരിപാടിയൊക്കെ നടത്തിന് ക്ലബ്ബുകാർ നോട്ടീസ് കൊടുക്കത്തില്ലേ, അതുപോലെ വല്ലവൻ്റെയും പെടലിക്കൊണ്ട് ചാണ്ടിയിട്ട് ഇനി എത്ര പത്രമുണ്ട്, ഇനി 7, ഇന്ന് 7 വിട്ടു, എവിടെ പോയിട്ടുണ്ടായി, പിന്നെ ഉണ്ട്, ഇനി എത്ര പത്രമുണ്ട്, ഇന്ന് 4. ഇതിങ്ങനെ കൊടുക്കേണ്ട കുറേ പെരിച്ചാഴികളുണ്ട്. അവിടെ കാര്യത്തിൽ ഇറക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതൊരു മിഷനാണിത്, ഫാൻ ആൻഡ് ഫ്ലെയിംസാണ്. ഒരു പത്രം കയ്യിൽ നിന്ന് വിടുമ്പോൾ 10 പ്രാർത്ഥനയും കയ്യിൽ നിന്ന് പോകണം. കർത്താവേ, ഞാൻ പത്രം കൊടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ, പക്ഷെ അവരത് വായിക്കണം. അത് വായിച്ചാൽ മാത്രം പോരെ ഈശോയെ, അവർ നിന്നെ തിരക്കി വരണം, നിന്നെ അറിയണം. കർത്താവെ, നിന്നെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കണമേ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള വെളിപാടുകൾ എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മൾ ഫാൻ ആൻഡ് ഫ്ലെയിംസ് ഊതിക്കത്തിക്കുകയാണ് ചെയ്യണത്. എന്തിലൂടെയാണ്? ഉപവിപ്രവർത്തനങ്ങളിലൂടെ. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും ഒരു കേവല പ്രാർത്ഥന കൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല. അത് ചില വിശ്വാസ വീരന്മാരൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ, കാര്യം ഇത് 80% പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവ് പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തുന്ന പ്രാർത്ഥനയാണത്. അതിപ്പം ഞങ്ങൾ ഒരു നോട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ കർത്താവിൻ്റെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് അതൊന്ന് പൊലിപ്പിക്കണത് നല്ലതാണ്. കർത്താവിൻ്റെ മനസ്സെന്താ പറയണത്? നിങ്ങളോട് 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. ശണ്ടകൂടി മേലങ്കി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിങ്ങൾ മേലങ്കി കൂടി വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അത് കൂടുതൽ കർത്താവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറേ ഇപ്പോൾ വസ്ത്രം കൊടുക്കുക, രോഗികളെ പോയി കാണുക, അവരെ സഹായിക്കുക, അവരെ കുളിപ്പിക്കുക, പ്രായമുള്ളവരെ കുളിപ്പിക്കുക. ഇപ്പം മണമൊക്കെ വിളിച്ചിരിക്കില്ല. ഇപ്പം നമ്മൾ ചില സമയത്തൊക്കെ ഞങ്ങൾ കുർബാനയൊക്കെ കൊടുക്കാൻ വേണ്ടി വീടുകളിലൊക്കെ വരുമ്പോഴേ അവിടെ അപ്പോൾ ഒരു ആണ്ടായിട്ട് കുളിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. ഒരു ആണ്ടായിട്ട് അവരുടെ വീടൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും, സൂപ്പറായിരിക്കും. അപ്പനും അമ്മയൊക്കെ ഏതെങ്കിലും ഇറയത്ത് എവിടെയെങ്കിലും കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ
സൂക്ഷിച്ചിരിക്കുക. അവരുടെ ചുമയും പിന്നെ അവിടെ അമ്പക്കൊക്കെ വീട്ടുമുറ്റത്ത് വരാതിരിക്കാൻ വേണ്ടി അവരെവിടെയും കൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവരവിടെ മണം വെക്കും. അപ്പം അങ്ങനെ എന്നാലും മരിക്കാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകില്ല കുർബാന കൊടുക്കാനും കുമ്പസാരിപ്പിക്കാനൊക്കെ. അപ്പോഴൊക്കെ വാ പൊളിപ്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും, തറവാട്ടിലുണ്ടാകും. ഒന്നാമത് ഇപ്പോൾ ആളൊക്കെ കുറവല്ലേ, പണ്ടത്തെ പോലെ ആളൊന്നുമില്ലല്ലോ. ഉള്ള കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോവും, ചിലപ്പോൾ ഒരാളായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് നമ്മളുടെയൊക്കെ ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് മാനസികമായ ഒരു ഒരുക്കം വേണം. ഉടമ്പടി എപ്പോഴും മാനസിക ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഭിഷേകം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഉടമ്പടി അങ്ങനെ ഒരു വിഷയം ലക്ഷ്യം വെക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്കിന്ന് ചെയ്യത്തില്ല, അറപ്പാണ്, നിങ്ങൾക്കിന്ന് ആരോഗ്യമില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രത്യേക കരുത്ത്, പ്രത്യേക ധൈര്യം, പ്രത്യേക അഭിഷേകം, പ്രത്യേക അഭിവാഞ്ചയൊക്കെ തരും ദൈവങ്ങൾക്ക്. ഈ മനസ്സ് മാറ്റമെന്ന് പറയണത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, മനസ്സാണ് പ്രോബ്ലം. അവിടെ മനസ്സാണ്. ചിലപ്പോൾ ഈ കിടക്കുന്ന രോഗി നിങ്ങളെ പണ്ട് പാര വെച്ച പാർട്ടിയായിരിക്കും. അവിടെ മക്കളുമായിട്ട് ഒത്തുകൊണ്ട് നിങ്ങളുടെ ശരിക്കും നല്ല പണി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുക ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാത്തൂനോടായാലും അമ്മായിയപ്പനോടായാലും മരുമകളോടായാലും ആരോടായാലും നിങ്ങൾക്ക് ഈ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ചില സമയത്ത് ഇത്തിരി പാടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു 2 കിലോമീറ്റർ പോയി ഒരു ആശുപത്രിയിൽ പോയി രോഗിയെ കാണുന്നതിനേക്കാളും ആ സമയത്ത് ഈ ആളെ കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉള്ളൊരു കുഴപ്പമാണ്. ഈ രോഗികളെ കുർബാന കൊടുക്കാൻ മുമ്പ് അവർ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. കാര്യം എനിക്ക് ചെറിയ മണം അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചുരുക്കമുണ്ടാകുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഈശോ അത് വേറെ വിഷയം, എനിക്കെന്ത് സംഭവിച്ചാലും ഞാനത് ചെയ്യും. അത് തീരുമാനമാണത്. അത് തീരുമാനം. അത് കാര്യം ഇവർ വർഷങ്ങളായി കഫം ഇങ്ങനെ തിളക്കുമല്ല, തൊണ്ടേ കിടന്ന് കഫം ഇങ്ങനെ തിളക്കുകയെ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു രോഗിനെ കണ്ടാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കാണണ്ടേ. അപ്പോൾ എത്രയോ രോഗികളെ കാണും. അപ്പോഴേ കഫം തിളച്ച ഈ പഴയ കഫമല്ലേ, പഴയ കഫം 10-16 ദിവസമൊക്കെ പഴക്കമുള്ള കഫം തൊണ്ടേന്ന് വെച്ചാൽ ബാക്ടീരിയയും അണുക്കളുമായിട്ടൊക്കെ ഇരിക്കണം. ഈ ആൾക്കാരത്ത് നമ്മൾ കുർബാന കൊടുക്കാൻ പോണത്. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മുറി കയറുമ്പോൾ തന്നെ നമുക്ക് തല ചിടിക്കാൻ തോന്നും. പക്ഷേ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ചെല്ലും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒരു അഭിഷേകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈശോ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും. ബൈബിളെല്ലാം എല്ലാം ചേഞ്ച് ചെയ്യണതാണ്. ഈ ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും. എല്ലാ വിഷയവും ചേഞ്ച് ചെയ്യും. അതായത് സ്ഥലം മാറും, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറ്റിത്തരും, പിന്നെ സമയം മാറ്റിത്തരും, പിന്നെ വേണമെങ്കിൽ ഹൃദയവും മാറ്റിത്തരും. ഈ ഉടമ്പടിയുടെ ഒരു രീതി അതാണ്. ദൈവമായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ ഇപ്പോൾ എന്താ പറയണത്? ഇപ്പം എസെക്കിയലില്ലേ, എസെക്കിയൽ ലേഖനം 36:26 വായിച്ചേ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ഈ ശിലാഹൃദയം, എസെക്കിയൽ പറയുന്ന ശിലാഹൃദയമില്ലേ, ഇറ്റ് ഈസ് നോട്ട് എ റോക്കി ഹാർട്ട്. എനിക്ക് പരമാവധി തോന്നിയിട്ടുള്ള ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ഹാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെച്ച ഹൃദയം എന്ന് പറയുകയല്ലേ, കല്ല് വെച്ച ഹൃദയത്തെക്കാൾ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹൃദയം. ചില ആൾക്കാരുടെ ഹൃദയം ചില വിഷയങ്ങളോട് കണ്ടീഷൻഡ് ആയിട്ടുള്ള, അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യത്തില്ല. അവർ മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ അവസ്ഥാന്തരപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയുണ്ടാവും. ഇതൊരു കണ്ടീഷൻഡ് ഹാർട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോക്കി ഹാർട്ട്. അതായത് അവസ്ഥാന്തരപ്പെട്ടു പോയ, അതായത് ചില ആൾക്കാർക്ക് എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിജയത്തിൻ്റെ, ആധ്യാത്മിക പരാജയത്തിൻ്റെ, ദൈവാഭിമുഖ്യ
പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടീഷൻഡ് ഹാർട്ടാണ്. കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ചാൽ അവസ്ഥപ്പെട്ടു പോയ, ഇപ്പം കോൺക്രീറ്റ് എന്നൊക്കെ പറയല്ലേ, കോൺക്രീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറച്ചുപോയ ഹൃദയം. അപ്പം ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവിധിയോട് കൂടി ഉറച്ചുപോയ ഹൃദയം ഉണ്ടാകും. അത് ശരിയാകല്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് എനിക്ക് ശരിയാകത്തില്ല. ഈ കണ്ടീഷൻ്റെ സ്വഭാവം എല്ലാത്തിലും ഉണ്ട്. ഭക്ഷണത്തിലുണ്ട്, രുചിഭേദങ്ങളിലുണ്ട്, വസ്ത്രങ്ങളിലുണ്ട്. അതിട്ടാൽ എനിക്ക് ശരിയാകത്തില്ല, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിട്ടാൽ ശരിയാകത്തില്ല, എൻ്റെ കോൺഫിഡൻസ് പോകും. ആ ചെരുപ്പിട്ടാൽ എൻ്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറയത്തില്ലേ. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊട്ട് കുത്തണ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പൊട്ടില്ലാതെ വന്നാൽ അവർക്ക് തുണി ഉടുക്കാത്ത പോലെ തോന്നും അവർക്ക്. അല്ലാതെ അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ പൊട്ട് കുത്തണ സ്വഭാവം ഉണ്ട് പണ്ട് പോലെ. അന്ന് ആ സമയത്ത് തിരക്കത്തിൽ ആ സംഭവം ഡെപ്പി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ ആ യാത്ര തീർന്ന് തിരിച്ചു വരുമ്പോഴും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കണ്ടീഷൻ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഈ മേഖലകൾ ഉടമ്പടിയുടെ പരിഗണന വരുന്ന ഒരു സബ്ജക്റ്റാണിത്. അതായത് നമ്മളുടെ പരാജയങ്ങളുടെ എല്ലാം ഒരു പരിധിവരെ കാരണം ഈ കണ്ടീഷൻ ഹാർട്ടാണ്. അവസ്ഥാന്തരപ്പെട്ടു പോയ മാനസിക അവസ്ഥകൾ, എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നത്, എനിക്കത് പറ്റത്തില്ല. ബിബിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, അവൻ ഉടമ്പടി എടുക്കുന്നവരെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എനിക്ക് അരിയർ എഴുതാൻ പറ്റത്തില്ല, 22-24 അരിയർ ഞാനിങ്ങനെ എഴുതും. ബിടെക്കിൻ്റെ 24 പേപ്പറുണ്ടേ, കുടിശ്ശിക എഴുതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ 1-2 സബ്ജക്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിരിക്കണതാണ്, ഞാൻ എഴുതിയ നല്ലപ്പോൾ എഴുതിയിട്ട് കിട്ടിയില്ല, ഇപ്പോൾ ടച്ച് വിട്ട് പോയില്ലേ, എൻ്റെ ടച്ച് വിട്ട് പോയില്ലേ. അപ്പോൾ എൻ്റെ ടച്ച് വിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷിന് ടച്ച് വിട്ട് പോയി, എൻ്റെ സ്പീക്കിങ്ങിന് ടച്ച് വിട്ട് പോയി, റൈറ്റിങ്ങിന് ടച്ച് വിട്ട് പോയി, വായിക്കാനോ ടച്ച് വിട്ട് പോയി. അപ്പോൾ ഈ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാണ് കുഴപ്പം മുഴുവനും. ഈ മേഖലയാണ് ശിലാഹൃദയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാണ്ടിരിക്കണതും അവസാനിപ്പിക്കണതും. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല, ഇപ്പോൾ 30-37 വയസ്സായില്ലേ, എന്നാത്തിനും കെട്ടാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടീഷനിലായി പോകണം. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഏത് അവസ്ഥയിലും ഉടമ്പടിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും, നിൻ്റെ മനസ്സ്. അതാണ് പറയണത്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന്. 36-26 വായിച്ച്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഇപ്പം ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛൻ ഞാൻ 12 കച്ചവടം ചെയ്ത് 12 കൊത്തുപാള എടുത്ത് ഇനി ഞാൻ കച്ചവടം ഒന്നും പറഞ്ഞ് വരത്തില്ലെന്ന് പറയും. അതാണ് ടച്ച് വിട്ട് ഹൃദയം ശിലാഹൃദയമായിപ്പോയി. പരാജയപ്പെട്ട് ശിലാഹൃദയമായതാണ്. ഇനി പറ്റത്തില്ലെന്ന് പറയണില്ലേ? ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ചല്ല, കുറേ എഴുതി തോറ്റ്, ഇനി എന്തും കിട്ടാനാണ്. ഇത് എൻ്റെ മക്കളൊരു കാര്യം പറയണം. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പരാജയങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ആത്മവിശ്വാസം പോയി നമ്മളിങ്ങനെ ടച്ച് വിട്ട് പോയിട്ട് നമ്മൾ ഇൻട്രോവേർട്ടായി പോകും. അവസാനം ഈ വിഷയമാണ് നിന്നെ ദൈവം വന്ന് വിളിക്കണത് ഉടമ്പടിയിലൂടെ. കാര്യം ഇതാണ്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. നീ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ നീ മുഴുവൻ നിൻ്റെ പരാതികളും ആത്മവിശ്വാസം കുറഞ്ഞു പോയി, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത്. എന്താണ് നീ പറയണത്? എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറയണത്, അല്ലേ? ദാറ്റ് മീൻസ് മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെറിറ്റ് ഇത് വർക്ക് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഉടമ്പടി എന്താ പറയണത്? നിൻ്റെ ഗ്രേസിൽ ഇത് വർക്ക് ചെയ്യുമെന്ന്. ഗ്രേസ് വർക്ക് ചെയ്യണേ എങ്ങനെയാണ്? വരപ്രസാദം മെറിറ്റ് പോട്ട, മെറിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നിൻ്റെ ശിലാഹൃദയം മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലെന്ന് പറയുന്ന നിൻ്റെ ശിലാഹൃദയം ഞാൻ ഉടമ്പടിയിലൂടെ എടുത്തു മാറ്റും. പകരം തരും, മാംസളമായ ഹൃദയം തരുമെന്ന്. ഗ്രേസ്ഫുൾ ഹാർട്ട്, വരപ്രസാദം നിറഞ്ഞ ഒരു ഹൃദയം നിനക്ക് തരും. എന്തിനെന്നറിയാവോ? ഇത് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്, ചെയ്യാനുള്ള ഹൃദയമല്ല. ചെയ്യണത് ആരായിരിക്കും?
ദൈവമായിരിക്കും, നീ ആയിരിക്കത്തില്ല ചെയ്യണത്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ദൈവത്തിനെ പ്രണയിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടി ഒരു പുതിയ ഹൃദയമാണ് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തരണത്. പക്ഷേ നിനക്ക് വേണ്ടി ചെയ്യണതാരായിരിക്കും? അത് ദൈവമായിരിക്കും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും. പാസ്പോർട്ട് ഓഫീസിലായാലും ഞാൻ നിനക്ക് വേണ്ടി, ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയത്തില്ലേ? ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. അത് എവിടെ, സ്ഥലവളവിൻ്റെ സ്ഥലത്തായാലും ശരി, ഭാഗ ഉടമ്പടി ആയാലും ശരി, ഒരാൾ വന്ന് നിൽക്കും. നീ ഉടമ്പടി ചെയ്യുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഒരാൾ വരും. 36:9 അങ്ങനെ ഒരു വചനമുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതായത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരാൾ. ഈ ആളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയം കോഗുലേറ്റ് ചെയ്യണത്. എങ്ങനെയാണ്? ഉരുക്കിയെടുക്കും. എപ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ഈശോയെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയം നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ തരളിതമാക്കാൻ പ്രാർത്ഥിക്കണം. പതുക്കെ അങ്ങനെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. അല്ല നിങ്ങൾ എപ്പോഴും എൻ്റെ IELTS ജയിപ്പിക്കണേ, വസ്തു വിൽക്കണേ, പെണ്ണ് കെട്ടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അലപരാധി ക്രിസ്ത്യാനികൾ എപ്പോഴും പറഞ്ഞ് ആകുലപ്പെട്ടിക്കണ പോലെ ചെയ്യരുത്. വി മസ്റ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൈമറി ചാൻസ് ടു ജീസസ്. നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. ബാക്കിയെല്ലാം ഇങ്ങനെ ചേർത്ത് നൽകുന്ന കാര്യങ്ങളല്ലേ. പലപ്പോഴും എനിക്ക് നിങ്ങളുടെ ആധ്യാത്മിക വളർച്ചയിൽ ഒരു ചെറിയ ഒരു പിന്നെപ്പോക്ക് വരണത്, അതായത് അതിൻ്റെ കാരണം യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് യുവർ മെറ്റീരിയൽ ഡിമാൻഡ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് ഓവറായിട്ടുള്ള വറിയാണ്. നോ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് വറി ചെയ്യുക. ഉടമ്പടിയിൽ ഒത്തിരിയേറെ ചെയ്താൽ തീരാത്തത്രയും സുവിശേഷ വേലകളും നമ്മൾ എളിമപ്പെടുത്തുന്ന സുവിശേഷ വേലയും ദൈവത്തെ മുൻനിർത്തി മാത്രം ചെയ്യാൻ പറ്റണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടമ്പടിയിൽ, അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അച്ഛൻ വൈ ഐ ആം ഗീവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദിസ് കൈൻഡ് ഓഫ് മിഷണറി വർക്ക്സ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയാമോ? അപ്പോൾ നിങ്ങൾ പറയും, അച്ഛാ എനിക്ക് 4 കോടി കടവാണ്, ഞാൻ ഈ 10-15 കൊണ്ട് നടന്ന് അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കടന്മാർ എൻ്റെ കടക്കാർ വന്ന് എൻ്റെ പിടയ്ക്ക് പിടിക്കത്തില്ലേ? ഞാൻ കട അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ തിരക്കല്ലേ പോകേണ്ടത്. എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഞാനൊരു 21 ലക്ഷം മനുഷ്യരെ എടുത്തിട്ടുണ്ട് കൗൺസിലിംഗ്. എപ്പോഴും ഞാൻ പറയും 21 ലക്ഷം വന്ന്. മേ ബി ഒരു കേരളത്തിൽ അങ്ങനെ ആരും എത്ര എടുത്തേക്കാം. എൻ്റെ ജോലി കൗൺസിലിംഗ് ആയിരുന്നു ആദ്യമേ. കുറച്ച് കാലം കഴിഞ്ഞ് ഇടവക വികാരി ആയത് കാരണം ധ്യാനമൊന്നും പുറത്തു പോയി അധികാരം താമസം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് 87 മുതൽ വരാൻ തുടങ്ങിയില്ല ആൾക്കാർ, 87 മുതൽ. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുമായിട്ട് 21 ലക്ഷം മനുഷ്യരെന്ന് പറയുമ്പോൾ 2-3 കോടി പ്രശ്നം കാണത്തില്ലേ അവർക്ക്? 2-3 കോടി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കണത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജോലി ചെയ്യും. അതാണ് സംഭവം. എന്നുവെച്ചാൽ ചില സമയത്ത് മെരിറ്റ് കൊണ്ട് ഒരു ചുക്ക് നടക്കത്തില്ല. ചില സമയത്ത് മെരിറ്റ് കൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. എന്ന് വെച്ചാൽ മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത കൊണ്ട് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലല്ലേ. ഒക്കെ മനസ്സിലായില്ല? അത് എപ്പോഴും എൻ്റെ മക്കളത് മനസ്സിലാക്കണം അതിനെക്കുറിച്ച്. അതായത് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലായത് കാരണം ചില കാര്യങ്ങൾ മെറിറ്റ് കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നടക്കണത്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ വിഷയം സങ്കീർണമാണെങ്കിൽ അത് മെറിറ്റിൽ നടക്കാത്തൊരു കാര്യമാണ്. മനസ്സിലായ? അത് ഗ്രേസിലേ നടക്കത്തുള്ളൂ. ഇത് ഒന്ന് ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചു. ഇപ്പം നിൻ്റെ ഹസ്ബൻഡ് ഒരു സ്ത്രീയുമായിട്ട് ജീവിക്കുക, അതിൽ കുഞ്ഞുണ്ട്, അതിൽ 2 കുഞ്ഞ് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ വിഷയം നിസ്സാരമല്ലല്ലോ, സങ്കീർണമല്ലേ? ഇല്ലേ? ഇത് നമുക്ക് മെറിറ്റ് കൊണ്ട് ചെയ്യണം. അത് കോടതി പോവുകയോ ഒക്കെ ചെയ്യാൻ പറ്റും.
കോടതി പോവുകയോ വരികയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കാശും പോവും, അവരുടെ കാശും പോവും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും. ഇത് മെറിറ്റിലാണത് ചെയ്യണത്, മനസ്സിലായ? പക്ഷേ ഈ വിഷയം സങ്കീർണമാണ്. ഇത് വിഷയം സങ്കീർണമായാൽ പിന്നെ അത് മെറിറ്റിൽ നടക്കത്തില്ല, ഗ്രേസിലേ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വരുന്ന അബദ്ധം എന്താണെന്നറിയാവോ? നിങ്ങൾ ഈ വിഷയം ഉടമ്പടി ചെയ്തിട്ട് വീണ്ടും മെറിറ്റിൽ നടത്താൻ വേണ്ടി, അതായത് യോഗ്യത അനുസരിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കലിബറില്ലേ, അവൻ്റെ കഴിവ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ സ്വാധീനം, നിയമപരമായ വശം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കേസിന് പോയി. ഇപ്പോൾ വിഴിഞ്ഞ സമരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ വികസനത്തിന് എപ്പോഴും ഇരകളുണ്ടാവും. ഇരകൾക്ക് വേണ്ടി ആരും നിൽക്കത്തില്ല, സർക്കാരും നിൽക്കത്തില്ല, കോടതിയും നിൽക്കത്തില്ല ചില സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ അവകാശ പോരാട്ടത്തിന് പോകേണ്ടി വരേണ്ട കാര്യം അതാണ്. അപ്പോൾ അവകാശ പോരാട്ടത്തിന് മുമ്പ് പോകണമെങ്കിൽ അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം. ഭരണഘടനയിൽ അവകാശം തന്നിരിക്കുന്നത് ജനറലാണ്, അത് പ്രാദേശികമാക്കണം. ദേശീയമായിട്ടാണ് നമുക്ക് അവകാശം തന്നിരിക്കുന്നത്. അത് പ്രാദേശികമായി അനുഭവിക്കുന്ന വിഷയങ്ങളിലേക്ക് കോടതിയെ കൊണ്ട് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കോടതി പോയത്. അതായത് തുറമുഖം ഉണ്ടാക്കിയതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഇരകൾക്കെല്ലാം റെമഡിയൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര വർക്ക് ചെയ്തിട്ടാണ്, 2.5 കൊല്ലം ആ വർക്ക് ചെയ്തിട്ടാണ് ഇത് കോടതി പ്രസൻറ്റബിളായത്. അപ്പോൾ കോടതി പ്രസൻ്റ് ആയപ്പോൾ ഞങ്ങൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോഴേ, അഫിഡാവിറ്റ് ഉടനെ ഗവൺമെൻറ്റിനെതിരെയുള്ള കേസ് വന്നത്. ഗവൺമെൻറ് ഷിപ്പിംഗ് കോർപ്പറേഷൻ പോർട്ടസ്റ്റ് ആയത് കാരണം പോർട്ടസ്റ്റിനെതിരെയും കുറേ 6 പേർക്കെതിരെയാണ് കേസ് വരുന്നത്. അപ്പോൾ അവർ അഫിഡാവിറ്റ് കൊടുക്കും, ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് ഗവൺമെൻറ് അഫിഡാവിറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുക്കണം. കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തീരത്ത് ജനിച്ചവരാണ്, തീരമേഖല താമസിക്കുന്നവർ, കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. അപ്പോൾ ഞങ്ങൾക്കവിടെ ജനിച്ച സ്ഥലത്ത് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന് മൗലിക അവകാശമെന്ന് പറയും. റൈറ്റ് ടു ലൈഫ്, മാന്യമായി ജീവിക്കാനുള്ള അവകാശം. അത് ഞങ്ങൾക്കിപ്പോൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് പുനഃസ്ഥാപിച്ച് തരണം. അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മൾ ഭരണഘടനയുടെ മൗലിക അവകാശമൊക്കെ പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ചിൽ വിടാൻ പറയുമത്. പിന്നെ ഈ കാലത്ത് നിന്ന് നടക്കത്തില്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഭരണഘടനാ ബെഞ്ചിലുള്ള 2 പേര് ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് അവർ കേസ് വാദിക്കാൻ പറയും. അപ്പോൾ അവർക്കും ചിലപ്പോൾ ഗവൺമെൻറ്റായിട്ടൊക്കെ വാദിച്ചു പോകും കേസ് കെട്ടുകൾ. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് പറയും. അപ്പോൾ ഞാനെന്താ ചെയ്തിരിക്കുന്നത്, അതൊക്കെ മനസ്സിലായി, മെറിറ്റ് മാറിയെന്ന് മനസ്സിലായില്ലേ? മെറിറ്റ് മാറിയില്ലേ? നമ്മുടെ യോഗ്യത പോയി. സുപ്രീം കോടതിയിലെ ഭരണ ബെഞ്ചിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തി 2 പേരെ ഉൾപ്പെടുത്തി ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ചിലവ് ചിലപ്പോൾ ഒന്നൊന്ന് വരും. ഇനി അവർ വന്ന് ഈ വിഷയം പഠിച്ചിട്ട് ഇത് റൈറ്റ് ലൈഫിൽ വരുന്നതാണോ, മാന്യമായി ജീവിക്കാനുള്ള ഭരണഘടന അവകാശം നൽകുന്ന അവകാശത്തിൽ ഈ വിഷയം ഉൾപ്പെടുമോ എന്നുള്ളത് അവർ പഠിച്ചിട്ട് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ടിരിക്കും ചിലപ്പോൾ വിധി പ്രസ്താവിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു തീർന്നിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ കേസ് കൗണ്ടർ അഫിഡാവിറ്റ് കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ ജരോളയെ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടരുത്, കഥ മെറിറ്റ് പോയില്ലേ എൻ്റെ കാര്യം, ഇത് മെറിറ്റായിട്ട് പോകരുത്. അമ്മ കോടതി വരണം, ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസിനെ കൊണ്ടും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് അതിൻ്റെ കൂടെ ഉള്ള ഷാജി പിച്ചാരി ജസ്റ്റിസിൻ്റെ കൂടെ വേറെ ജസ്റ്റിസ് ഉണ്ട്, ചീഫ് ജസ്റ്റിസ് മണിലാലാണ്, ഇവരെ കൊണ്ട് ഈ ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കണമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്, മെറിറ്റ് പോയി, വിഷയം സങ്കീർണമാണ്, മെറിറ്റ് പോയി നമ്മളുടെ. പിന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യണം എന്താണ്, ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. ആ ഒരു ഒറ്റ സ്ഥിതിക്ക് അന്നേക്കാൾ ഒന്ന് ചിന്തിക്കുക, വെർച്വലായിട്ടുള്ള വാദമാണ് നടക്കുന്നത്. വക്കീൽ എറണാകുളത്തിരിക്കുന്ന വക്കീലിൻ്റെ ഓഫീസിലിരിക്കുന്ന, കോടതിയിലിരിക്കുന്നു. അന്ന് കോവിഡാണ്, കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ കോവിഡല്ലേ, വാദമില്ലല്ലോ, ഫിസിക്കൽ വാദമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജഡ്ജിയുമായിട്ട് വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നെറ്റ് പോണത്. അപ്പം നെറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അമ്മേ നെറ്റ് പോകരുത്, നെറ്റ് പോയി കഴിഞ്ഞാൽ ജഡ്ജിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം 28 കേസൊക്കെ ഉണ്ടാവും. അവ വിളിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വിളിച്ചു വിട്ട് എല്ലാം ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ എന്നെ പറഞ്ഞു, ഇത് തള്ളാൻ സാധ്യതയുണ്ട്, കാര്യം 13 പ്രേയേഴ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, തള്ളുമെന്ന് പറയും. ഞാൻ തള്ളത്തില്ല, ഇത് അമ്മയല്ലേ വെച്ചിരിക്കണത്, എങ്ങനെ തള്ളാനാ? അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് പറയണത്, മനസ്സിലായില്ലേ? നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തള്ളത്തില്ല. കാര്യം
പൊതു താല്പര്യ ഹർജിയിൽ 2 പ്രേയേഴ്സ് വെക്കാം നമുക്ക് മാക്സിമം. ഇത് 11 പ്രേയേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഹോക്കി ദുരന്തത്തെ മരിച്ചുപോയ ആൾക്കാർ ഇന്നും സിമൻറ്റ് ഗോഡൗണിൽ താമസിക്കുന്നുണ്ട്. അവിടെ പുനരധിവാസം ഉൾപ്പെടെ എല്ലാ വിഷയവും ഇതിനകത്ത് വെച്ചിരിക്കുക. 100 കൊല്ലമായിട്ട് 6 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ, 1/2 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ കൊച്ചി മുതൽ പുറക്കാട് വരെ ലക്ഷക്കണക്കിന് ഏക്കർ കടലിൽ പോയിട്ടുണ്ട് കൊച്ചി തുറമുഖം കാരണം. അതിൻ്റെ 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് കേസിൻ്റെ വിഷയം. അത് സ്ഥാപിച്ചെടുക്കണ്ടേ? ഇറ്റ് ഈസ് വെരി സീരിയസ് തിങ്. ആ കിട്ടാവുന്ന രേഖകളെല്ലാം സംഘടിപ്പിച്ച് കോടതി ഇത്രയും പറഞ്ഞു, ഓൾ ഗ്രീവിയൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റ്ലി. എല്ലാ പരാതികളും പൂർണ്ണമായിട്ട് ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടതാണെന്ന് ഒരു നോട്ട് കിട്ടി. അത്രയും മതി. അത്രയും നോട്ട് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ വിഴിഞ്ഞത്തേക്ക് വിജിനെ സമരഭൂമിയിൽ നിൽക്കുന്ന ചെയർമാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നോട്ട് മുഴുവനും. കാര്യം ഓൾറെഡി ഇതിനെക്കുറിച്ച് വിധി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ സമയത്തേക്കും വിഷയം ഞാൻ എൻ്റെ സബ്ജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിഷയം സങ്കീർണമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ അത് യോഗ്യത വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അത് ഗ്രേസിലെ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഗ്രേസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് മാറണം. ദിസ് ഇസ് മൈ പോയിൻറ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അല്ല കേസും കാര്യങ്ങളൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മൾ ഡോളി ചേച്ചിയുടെ ഡാർലി റോയിയുടെ വിഷയം എന്താ? അത് സങ്കീർണമായൊരു വിഷയമാണ്. അവരുടെ വിഷയം എന്താണ്? അവരുടെ വിഷയം 100 കൊല്ലമായിട്ട് പാകോടമ്പടി ചെയ്യാത്ത 5 പുരയിടങ്ങൾ പോരെ, 5 വീട് 100 കൊല്ലമായിട്ട് പാകോടമ്പടി ചെയ്തിട്ടില്ല. അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്. അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്. 5 വീട്ടുകാരവിടെ താമസിക്കുന്നുണ്ട്. പണ്ടത്തെ 7 രൂപ വാടകയ്ക്ക്. ആ വാടക ഇപ്പോൾ അവർ കൊടുക്കണില്ല. മനസ്സിലായോ? അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ പുരയിടമാണ്, അപ്പൂപ്പൻ്റെ പുരയിടമാണ്, അപ്പൻ്റെ അപ്പൂപ്പൻ്റെ പുരയിടമാണ്. അപ്പോൾ എത്ര തലമുറയായി? 10, 70, 75 തലമുറ കഴിഞ്ഞ്, 75 വർഷം കഴിഞ്ഞ് ആ പുരയിടത്തിൽ 5 പേര് താമസിക്കുന്നുണ്ട്. ആ വീട് ആദ്യം കൊടുത്ത ആൾക്കാർക്ക് 7 രൂപ, അന്നത്തെ 7 രൂപ വാടക കൊടുത്തിരിക്കുകയാണ്. ആ വാടകക്കാർ വേറെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ 7 രൂപയ്ക്ക് പകരം 7000 രൂപ മേടിക്കണുണ്ടാവും. 7 രൂപയ്ക്ക് വാടകയ്ക്ക് പകരം തിരിച്ച് വാടക വേറെ ചീട്ടെടുത്തിട്ട് 7000 രൂപ മേടിച്ചിട്ടാണ് കണ്ടവൻ്റെ പുരയിടം കൊണ്ട് അവർ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൈമാറിപ്പോയി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഓരോ വീട്ടിലും ആദ്യം യഥാർത്ഥ അവകാശികൾ കയറി താമസ അവകാശം മരിച്ചു പോയിട്ട് ബാക്കിയുള്ള ഉപഅവകാശികളാണ് താമസിക്കുന്നത്. 12 പേരൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലും. ഇവരുമായിട്ടുള്ള ഡിസ്കഷൻസ് എന്നൊക്കെ പറയണതേ എൻ്റെ തന്നെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും പിന്നെയും ആഴം കൂടണം എന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. എന്നിട്ട് ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡാർലി ചേച്ചി വന്ന് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് ആ ഉടമ്പടിയുടെ എല്ലാവിധ കപ്പാസിറ്റി ഉള്ള ആളാണ്. അവരാ ഉടമ്പടി നമ്മൾ ദൈവത്തോട് ചെയ്യല്ലേ. വിഷയം സങ്കീർണമായി, ഇതാണ് സങ്കീർണം. അത് ഹെവി ഡ്യൂട്ടി എന്ന് ഞാൻ പറയത്തില്ലേ. ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന് മനസ്സിലായില്ലേ? ഡ്യൂട്ടി മനസ്സിലായില്ലേ? അത് ഒരു സ്ഥലത്ത് 20 കൊല്ലം താമസിച്ച ആദ്യത്തെ വീട്ടുകാരെ തന്നെ ഇറക്കാൻ എന്ത് പാടാണ്. അപ്പോഴാണ് 100 കൊല്ലത്തെ ആൾക്കാർ വരുന്നത്. അത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഒരു 3 മാസം കൊണ്ട്, അല്ല 1 മാസം എന്നാണ് പറഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഒരു വീട്ടുകാരൻ കുറേ ഡിസ്കഷൻ ചെയ്ത് കാര്യം ഇത്രയും വർഷത്തെ വേരല്ല കിടക്കണത്. ആ വീട്ടുകാരൻ ഉള്ളിൽ നിന്ന് അയാൾക്ക് തോന്നി, എന്താണ് ഇത് വിലക്കെടുത്ത പ്രശ്നങ്ങളെല്ലാം തീരുവല്ല എന്ന്. പണ്ടും തോന്നിക്കാണുവേ, പക്ഷെ ഇപ്പം തോന്നുമ്പോൾ ഒരു അഭിഷേകത്തോടെയാണ് തോന്നണത്. മനസ്സിലായില്ലേ? അതായത് ഉടമ്പടി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു വീട്ടുകാരൻ ഈ തലമുറകൾ അന്യാധീനപ്പെട്ടു പോയെന്ന് പറയത്തില്ല, വസ്തു അന്യാധീനപ്പെട്ടു പോയ വസ്തു അത് കൈവശം വെച്ചിരിക്കുന്ന ആളിൻ്റെ ഉള്ളിലെ ഒരു തോന്നലേ. എന്താ തോന്നലേ? ഇത് വിലക്ക് ചോദിച്ചാൽ എന്താണെന്ന്. അത് വിലക്ക് ചോദിച്ച്
ആദ്യം തന്നെ ആ വിഷയം സെറ്റാക്കും. സെറ്റായിട്ട് ഈ അവകാശികളുണ്ട് 6 പേര് വേറെ, യഥാർത്ഥ അവകാശികൾ. ആ അവകാശികൾക്ക് 6 പേർക്കും തുല്യമായിട്ട് ഇത് വിറ്റതിൻ്റെ പൈസ കിട്ടും. അങ്ങനെ 3 മാസത്തിനുള്ളിൽ 3 വീടുകളും അവർ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വിലക്കെടുക്കുകയാണ്. അവർ വിലക്കെടുത്ത് വീടുകൾ, എന്നിട്ട് ആ പണമെല്ലാം ഈ 6 വീട്ടുകാർക്ക്, ഇപ്പോൾ ഉള്ള അവകാശികൾക്ക് എല്ലാം തുല്യ പങ്കാളിയുമായിട്ട് കൊടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ചേച്ചി പറയുന്നുണ്ട്, ലോകത്ത് ഉടമ്പടിയല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ലെന്ന്. ഈ ഒരു വിഷയക്കാർ അവരെത്രയോ വർഷം, അവർക്ക് 65-70 വയസ്സുണ്ട്. അവർ കെട്ടിവന്ന കാലം മുതലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരിടത്ത് എത്താൻ കിടക്കുന്ന കാര്യമാണ്. അന്ന് വരെ അതൊക്കെ മുമ്പുള്ള പ്രശ്നമാണ്. ഇവർ കെട്ടിവന്ന കാലത്തിന് ശേഷം ഇത് ഒരിടത്തും എത്തിയിട്ടില്ല. ആ വിഷയമാണ് ഇതിങ്ങനെ ഒരു പൂ നുള്ളണ പോലെ ഇങ്ങനെ എടുത്ത് എല്ലാ കോംപ്ലിക്കേഷൻ പരിഹരിക്കണത്. ചേന്ദമംഗലത്തതാണ് സാക്ഷി കിടക്കുന്നു, നിങ്ങൾ നോക്കണം. അത് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. പാകോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. പാകോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ച പ്രശ്നമൊന്നും അല്ല ഇതേ, അതിനേക്കാൾ ഗംഭീരമാണിത്. അതിനേക്കാൾ ഗംഭീരമാണ് കാര്യം. ഒരു കേട്ടകേൾവിയില്ലാത്ത മനുഷ്യരുടെ മേൽ അന്യാധീനപ്പെട്ടു പോയ പുരയിടമാണ്. കടലിൽ ഒരു മുങ്ങി പോയ പുരയിടം പൊക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പൊക്കിയെടുക്കാൻ പറ്റുന്ന പോലെയാണ് ഈ സംഭവം. പക്ഷേ അമ്മ കക്ഷിയാകുമ്പോൾ വിഷയം മാറും. ഇപ്പം ഞാൻ നിങ്ങളോട് ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയാകുമോ, ഇത് ഒക്കുമോ എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വിഷയം അതിസങ്കീർണമാണോ, അത് മെറിറ്റ് കൊണ്ട് വർക്ക് ചെയ്യണതല്ല, യോഗ്യത കൊണ്ട് വർക്ക് ചെയ്യണതല്ല. പിന്നെ എന്തുകൊണ്ട് വർക്ക് ചെയ്യണതാണ്? നിങ്ങളുടെ ഗ്രേസ് കൊണ്ട് വർക്ക് ചെയ്യണതാണ്. എല്ലാവരും എഴുതി നിൽക്കുക. ആദ്യം രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ, പിന്നീട് ഈശോ മറ്റു തരത്തിലുള്ള വേഷം അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങളെ ഏറ്റെടുക്കേണ്ട സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. കർത്താവ് ഇത്രയും വചനം നമുക്ക് നൽകിയെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് സാക്ഷികളാക്കി മാറ്റും. മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. എല്ലാ ദിവസവും കർത്താവ് രോഗസൗഖ്യത്തിൻ്റെ സൗഖ്യങ്ങൾ, ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരിടമാണിത്. നിന്നെയും കർത്താവ് ഇവിടേക്ക് വിളിച്ചിരിക്കണത് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയാണ്. അച്ഛൻ നിന്നോട് പറഞ്ഞത്, ഈശോ എന്നിലൂടെ സംസാരിച്ചത്, നീ നിലനിൽക്കണമെന്നാണ്. ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത്. മറിച്ച് നിൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിൻ്റെ ദൈവം മോസസിൻ്റെ ദൈവമാണ്. നിൻ്റെ ദൈവം നിൻ്റെ അമ്മയുടെ ദൈവമാണ്. ഏത് കാലാവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കും. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈവെക്കുക. ഒരു കൈ വെച്ചാൽ മതി കേട്ടോ, ഒരു കൈ വെച്ചാൽ മതി. കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കസേരകളൊക്കെ അകന്നിരിക്കുന്നവരും നടക്കാൻ പറ്റാത്ത ബെൽറ്റ് ഇട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക. എൻ്റെ കൈ കർത്താവിന് കൈ ആക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. ഞാനീ വെച്ചിരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണിപ്പെടുത്താർന്ന വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസകോശ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ചുരുക്കമുള്ളവർ, ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവെക്കുക. മക്കളില്ലാത്തവർ അടിവയറ്റ് കൈവെക്കുക. പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ എല്ലാവരും അടിവയറ്റ് കൈവെക്കുക. സർവാംഗം പല രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കുക. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടിടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, കർത്താവിൻ്റെ ശരീരത്തിലുള്ള ചമ്മട്ടിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. നീ പ്രാർത്ഥിക്കുക. കർത്താവേ,
കർത്താവേ, അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അങ്ങയുടെ മുറിവിലാണല്ലോ ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൾക്കിരീടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര ഇറ്റ് വീഴുന്നത് കർത്താവേ, വിശ്വാസത്തിന്റെ മനസ്സിൽ ഞങ്ങൾ കാണുകയും ഏറ്റുപറയുകയും ആത്മീയ രക്തം, ആ കൃപയുടെ രക്തം ഇപ്പോൾ നിന്റെ നാഥനും രക്ഷകനുമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ തളിക്കണമേ. ഉള്ളംകാൽ മുതലേ ഉച്ചവരെ ആന്തരിക അവയവങ്ങൾക്കുള്ള മുഴുവൻ രോഗങ്ങള് വാദരോഗങ്ങള് എല്ലാ വിധത്തിലുള്ള അലർജി രോഗങ്ങള് അവയവത്തിലുണ്ടാകുന്ന അവയവ രോഗങ്ങള് ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിലെ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. നിങ്ങൾക്ക് ഇന്ന് നടക്കുന്ന ആരാധന ഇത് ഓൺലൈനിൽ എപ്പോൾ കൂടിയാലും കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം. പൊളിഞ്ഞു പോകുന്നവർ, വിസർപ്പ രോഗികൾ, അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എല്ലുന്തി നിൽക്കുന്നവരെ, എല്ലിലും മുഴയുള്ളവരെ, മാംസത്തിൽ മുഴയുള്ളവർ, സിസ്റ്റുള്ളവർ, അവരെല്ലാ ഇടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലുള്ളവർ ഈ ആരാധന കൂടുന്ന നിമിഷം എപ്പോഴാണോ അപ്പോഴ് നിങ്ങൾക്കുള്ള രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവയവങ്ങൾ വളരാത്തവരുണ്ട്. 2 അവയവങ്ങളുണ്ടെങ്കിൽ ഒന്ന് വളരും, ഒന്ന് വളരത്തില്ല. അങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ളവരുണ്ട്. മുട്ടിക്കൊഴിഞ്ഞ് വല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും ശരീരം ചൂടായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ശരീരത്തിൽ ഇങ്ങനെ അകത്ത് കുറേ പേശികൾ ബലം പോയിട്ട് അത് ചുമ്മാ വളരുന്ന ചില പേശികൾ, ചില കോശങ്ങൾ വെറുതെ വളരുന്നു. അത് ആവശ്യമില്ല. അത്രയും ജനറ്റിക്കലായിട്ട് അറുതി വിട്ട് വളരുകയാണ് അകത്ത്. അതുകൊണ്ട് ചില ശരീരങ്ങൾ ചിലയിടത്തൊക്കെ പൊങ്ങിയിരിക്കുന്നു. ആവശ്യമായ ആ സ്ഥലത്ത് ആവശ്യമായ ബലമില്ലാണ്ടിരിക്കുന്നു. ആ വ്യക്തികളെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഒരു നിമിഷം അവനുമായി ഏതെങ്കിലും രോഗങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളീ മുതുകില്ലേ, മുതുക് ഭാഗം അച്ഛനിങ്ങനെ കൈ കാണിക്കണില്ലേ? അപ്പോൾ മുതുക് ഭാഗത്ത് ചിലപ്പോൾ കശേരികൾക്കും എല്ലാം കുഴപ്പമുള്ളവരുണ്ടാകാം. ചിലപ്പോൾ അവർ സ്ഥിരം നീര് കെട്ടി കിടന്നിട്ട് കല്ലിച്ച് പോയവരുണ്ടാകാം. ചിലപ്പോൾ അത് വെച്ച് എപ്പോഴും ആ ഭാഗം പൊള്ളുന്നവരുണ്ടാകാം. അവരെയൊക്കെ അവിടെ എല്ലാം കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കല്ലച്ചുപോയ ശരീരപ്പാടുകളെ, ശരീരത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളെ, കല്ലച്ചുപോയ സ്ഥലങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാർദ്ദമുള്ളതാകട്ടെ. ശ്രുതിക്കട്ടെ. സ്രാവരോഗികളെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്രാവരോഗികളെന്ന് വെച്ചാൽ ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരുന്നവർ, മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ, ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ, അഡിനോയിഡുകാർ ഒക്കെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്.
ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം വരുന്നവരുണ്ടാകാം, ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം, അതിൻ്റെ പിടുത്തങ്ങൾ പോയ ആൾക്കാരുണ്ട്. അവരുടെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത്, അവർക്ക് സമാധാനം സന്തോഷമില്ല ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ, വല്ലാതെ ബ്ലീഡിംഗ് ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. വെരിക്കോസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബ്ലീഡിംഗ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ സിക്രീസിനും കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവർ, കണ്ണിൽ എപ്പോഴും കരുവരിപ്പ് തോന്നണവർ, മുക്കിൽ ദിശ വളരുന്നവർ, തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവിൽ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് കൈകാലുകൾ കോഞ്ഞു പിടിക്കുന്നവർ, കൊച്ചു വലിക്കുന്നവർ, വ്യത്യസ്തമായ കാരണങ്ങളാൽ പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവർ, പേശി ഉറക്കാത്തവർ, തല ഉറക്കാത്ത കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, എപ്പിലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവർ, ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ അടിവയറ്റ് കൈവച്ചുകൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങൾ സുഖമായി പ്രസവിക്കും, നല്ല കുഞ്ഞിനെ പ്രസവിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പറഞ്ഞതും അവർ 7-8 മാസം വരെ ഛർദ്ദിച്ചെന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഓക്സിജൻ വരെ കിട്ടാൻ സാധ്യതയില്ല, ഭക്ഷണം കിട്ടത്തില്ല, കൊച്ച് ചാവുള്ള പോയായിട്ട് പോകുന്നു. പക്ഷേ ദൈവം ആ കുഞ്ഞിനെ 3 കിലോ തൂക്കത്തിലാണ് അത് പ്രസവിച്ചത്. ആ സാക്ഷ്യമൊക്കെ ഗംഭീരമായ സാക്ഷ്യമാണ്. ആ ഗർഭിണിയായ സമയം മുതൽ 8 മാസം തുടർച്ചയായിട്ട് ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരം കിട്ടാനാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്? അതിന് 10-850 ഗ്രാം ഉണ്ടാവും. ഇതങ്ങനെയല്ല, ഇത് 3 കിലോനുണ്ടായി. അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല. ലോകത്തിൻ്റെയും കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ്, അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും. അതാണ് ഉടമ്പടി. കർത്താവേ, ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയുടെ കൈ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം ഉടമ്പടിയായി ഓൺലൈൻ കൂടുന്ന ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവിടെ വീടിനെ കർത്താവേ സംഹാര ദൂതനും കടന്നു പോയപ്പോൾ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബ്നഗോറിൻ്റെയും അതുപോലെ തന്നെ ബെൽത്താസറിൻ്റെയും ഒക്കെ തീക്കുണ്ടത്തിൽ ദൈവദൂതനെപ്പോലെ നിന്നതുപോലെ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖങ്ങളിൽ അമ്മ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിഴിഞ്ഞത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സിമന്റ് ഗോഡൌണിൽ കർത്താവെ പട്ടികളെ പോലെ പ്രസവിക്കാൻ വിധിക്കപ്പെട്ടുള്ള മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ കണ്ണുനീർ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടെ അവകാശ പോരാട്ടങ്ങളെ കർത്താവെ ഈജിപ്തിൽ നിന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവന്ന പോലെ ആ മക്കളെ കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിലനിർത്താൻ അവരെ വളർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും കർത്താവെ അവരെ ഉയർത്താൻ വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും ഈ വിഷയം കർത്താവ് ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാരിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മന്ത്രിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ജനനേതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സർവോപരി സമര പന്തലിൽ കർത്താവ് അധോരാത്രം സഹന സമരം നടത്തുന്ന സമര നേതാക്കന്മാരെ പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചേച്ചിമാരെയും പെങ്ങന്മാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സംഘാടക സമിതിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എവിടെയെല്ലാം കടൽ കയറുന്നുവോ, എവിടെയെല്ലാം മക്കളുടെ ജീവിത അവതാളത്തിലാകുന്നു, അവിടെ എല്ലാ സത്വര നടപടികൾ അടിയന്തര നടപടികൾ എടുക്കാൻ കർത്താവ്. വഴിയാധാരമാകുന്ന സ്ഥലങ്ങൾ, ഉരുളുപൊട്ടിയ സ്ഥലങ്ങൾ, പ്രളയം കയറിയ സ്ഥലങ്ങൾ, 6 കരകവിഞ്ഞ സ്ഥലങ്ങൾ, മഴപ്പെയ്ത്തിന് കർത്താവ് മേഘവിസ്ഫോടനത്തിന് കർത്താവ് മുങ്ങിപ്പോയ വീടുകൾ
മക്കള് എല്ലാ പ്രകൃതി ദുരങ്ങളിലും കർത്താവ് ബലിയാടെ ജീവിക്കുന്നവര് അവിടെ മേലെല്ലാം കർത്താവിന് കൃപ ചൊരിയട്ടെ. അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി കർത്താവിന് കൃപ ചൊരിയട്ടെ. ഹൈ റേഞ്ചിൽ താമസിക്കുന്നവര്, അതുപോലെ തന്നെ എല്ലാ മലയിടി അടിവാരങ്ങൾ താമസിക്കുന്നവര്, കടലോരങ്ങൾ താമസിക്കുന്നവരെ, എവിടെയെല്ലാം ജനങ്ങൾ വേദനിക്കുന്നുവോ അവിടെയെല്ലാം അവർക്ക് ജീവിതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ.